നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക വിഴുക്ക് വരട്ടി. കത്തിരിക്ക കൊണ്ടൊരു അടിപൊളി വിഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിനൊരു 3 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ നീളത്തിൽ കട്ട് ചെയ്യാം. അങ്ങനെ 3 കത്തിരിക്ക നമ്മളിവിടെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 കത്തിരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കാം. 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് കടുകും കുറച്ച് ജീരകവും 1 സ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റാം. ഇതെല്ലാം നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി സഹായിക്കും. ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ കത്തിരിക്ക വിഴുക്ക് വരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്.